തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്ത് നിർത്തി ചോദിച്ചു. അതിന് വ്യക്തമായിട്ടൊരു കാരണം ഫ്രീ ആണോ നിങ്ങള്? ഫ്രീ ആണോ? നിങ്ങളെല്ലാം ഫേസ്ബുക്കിൽ മറ്റേ കലണ്ടറിൻ്റെ ഒക്കെ പോസ്റ്റ് ഇടുന്ന വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പ്രശ്നമൊന്നുണ്ടോ? വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ. ഇല്ല, ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ, ഒരേ ഒരു കാര്യം ചോദിക്കാനുള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം? ഒരാൾക്കാർക്ക് ഒരു ഉപകാരം. ഇപ്പോൾ ഒരു കലണ്ടർ, ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കലണ്ടർ മാറ്റണം, 2029 നിങ്ങൾ കലണ്ടർ മാറ്റിക്കും എന്നൊക്കെ. അപ്പം ഞാൻ ചെറിയൊരു സാധനം കൂടി ഇങ്ങനെ തരാം. ഇതൊന്ന് കയ്യിൽ വെക്കണേ പ്രശ്നമില്ലല്ലോ. പിടിച്ചാലും മതി, ഒന്ന് ഇവിടെ പിടിച്ചാൽ മതി. സൗണ്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ കറക്റ്റായിട്ട് ആശയം കിട്ടണം, അതുകൊണ്ടാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കലണ്ടർ മാറ്റണമെന്ന് പറയാൻ കാരണം? ഭൂമിയിലെ എല്ലാ നിയമങ്ങളും ചിന്താഗതിയും സങ്കല്പവും കാലാകാലങ്ങളായിട്ടുള്ള മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. ആ നിയമങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചിന്താഗതി മാറുന്നുണ്ട്, സങ്കല്പങ്ങൾ മാറുന്നുണ്ട്, മനുഷ്യന്റെ ആശയങ്ങളൊക്കെ മാറുന്നുണ്ട്. അത് ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ അതല്ല ഇപ്പൊ കലണ്ടർ പിന്നെ ഇപ്പൊ ഉള്ളതുകൊണ്ട് ആർക്കെങ്കിലും എന്തോ ബുദ്ധിമുട്ടുണ്ടോ? ഒരുപാട് പോരായ്മ ഉണ്ട്. അത് ശീലമായത് കൊണ്ട് അത് ഒരുപാട് കാലം ഓടി, അതുകൊണ്ട് അത് ശീലമായത് കൊണ്ട് അത് ശരിയായി. ഒരു സംഭവം ഒരുപാട് കാലം ഓടി. ഇത് നോക്കി, ഒരു 500, 1000, 2000 വർഷം മുമ്പുള്ള സിസ്റ്റമാണ്. ഇതൊരു 1000 വർഷം മുമ്പ് കണ്ടെത്തിയ ഇപ്പൊ 3025 ആവുമായി. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഈ 2026 വരെ ഇപ്പൊ ആർക്കും ഒരു പ്രശ്നമില്ല. ഈ ഒരു കലണ്ടർ പോണേ കൊണ്ട് ആർക്കും ഒരു വിഷയം വരുന്നില്ല. കാരണം ഒരു 30 വരെ മൊബൈൽ ഫോണ് ഇപ്പൊ 2009 വരെ വാട്സപ്പ് ഇല്ല, എന്നിട്ട് ആൾക്കാർ ജീവിച്ചില്ലേ? എന്താ പ്രശ്നം ഉണ്ടായോ? ഗൂഗിൾ പേ അല്ലായിരുന്നു. ഗൂഗിള് 1998 കണ്ടെത്തിയത്. അതിന്റെ മുന്നൊക്കെ ആൾക്കാർ എത്രയോ കാലം ജീവിച്ചില്ലേ? ആർക്കും എന്തോ പ്രശ്നം ഉണ്ടായിരുന്നോ? ഓരോ ചിന്താഗതിയും കലണ്ടർ അപ്ഡേഷൻ വന്നതോടുകൂടി എന്തെങ്കിലും മാറ്റം വരുമോ? ജനങ്ങളെ ലൈഫ് സ്റ്റൈൽ അത്രത്തോളം ഉയരും, എഫിഷ്യൻസി കൂടും, ഒരുപാട് സ്ട്രെസ് കുറയും, ഡിപ്രഷൻ കുറയും, ഓർമ്മശക്തി വർദ്ധിക്കും. ഇതൊക്കെ അങ്ങനെ പറയാൻ കാരണം എന്താ? അങ്ങനെ ഒരു കാരണമാണല്ലോ, വെറുതെ ഒരു പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. കാരണം ഇതിപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ല, മൊത്തത്തിൽ വരുന്നൊരു കാര്യമാണ് ഈ കലണ്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്നൊരു മാറ്റം വരുത്തുക എന്ന് പറയുന്ന സമയത്ത് അതിപ്പോൾ നടപടിയാകുന്ന കാര്യമാണോ? ഇപ്പം നിങ്ങളൊരു കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ കാണണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യും പോരുന്ന വഴിക്ക് കാണാൻ കഴിഞ്ഞു. നിങ്ങളെ വണ്ടി നിങ്ങളെന്നാന്ന് തോന്നി, അതുകൊണ്ടാണ് തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്ത് നിർത്തി ചോദിച്ചത്. അതിന് വ്യക്തമായിട്ടൊരു കാരണം ഫേസ്ബുക്കിൽ നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതല്ലാതെ വ്യക്തമായിട്ടൊരു കാരണം നമ്മളിപ്പോൾ കിട്ടുന്നില്ല. നമ്മൾ ഈ സയന്റിഫിക് ആയിട്ട് തെളിയിച്ചു തരാൻ തയ്യാറാണ്. നിങ്ങൾ ഒരു സ്നേഹത്തോടു കൂടി സംവാദത്തിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. സ്നേഹ സംവാദം നമ്മളിതാ ഇത്രയും പറഞ്ഞ് സയൻസ് പരമായിട്ട് ഇതൊക്കെ തെളിയിച്ചു തരാം. ഈ മനുഷ്യ ഒരു സംഭവം ഇങ്ങനെ ശീലമായി ഒരുപാട് കാലമായിട്ട് അത് ശരിയാണെന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞില്ല, വാട്സപ്പ് പിള്ളേരെ വന്നാ വാട്സപ്പ് ഉപയോഗിക്കാത്തവരോ ഉണ്ടോ? വാട്സപ്പ് ആരെ കണ്ടെത്തി അറിയാം, വളരെ അടുത്ത് കണ്ടെത്തിയതാണ്. ഫേസ്ബുക്ക് പിള്ളേരെ വന്നാ മരിച്ചില്ല. ഇവിടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയാൽ മരിച്ചില്ല, ജീവിച്ചിരിപ്പുണ്ട്. ഇതൊക്കെ പിള്ളേരെ വൻ വിപ്ലവമായി വന്നിട്ടുണ്ട്. ഇത് കണ്ടെത്തുമ്പോ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല മനുഷ്യൻ. അപ്പൊ ഓരോ സങ്കല്പങ്ങളും ഓരോ അപ്ഡേഷനും ലൈഫിലെ ഇവിടെ ഈ ഫോണ് ക്യാമറ ഒക്കെ ഒരു 10-20 കൊല്ലം മുന്നേ ഫോട്ടോ എടുത്താൽ അന്ന് കിട്ടാനുള്ള സംവിധാനമല്ല. അന്ന് അതായിരുന്നു ശരി. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനോ റൊണാൾഡോ പോലും കെട്ടെന്തുമേ കളിച്ചിട്ടുണ്ട്. വളരെ അടുത്തൊരു 10, 30, 40, 50 കൊല്ലമായിട്ടുള്ളൂ കാലം ഇത്ര പുരോഗമിക്കാൻ കാരണം അപ്ഡേഷനുകൾ വന്നതുകൊണ്ടാണ്. ഈ കലണ്ടർ സിസ്റ്റത്തിൽ മാത്രമേ അപ്ഡേഷൻ അല്ല. ഇത് ഭൂമി ഉരുണ്ടാന്ന് കണ്ടെത്തിയില്ല, ഗ്രാവിറ്റി കണ്ടെത്തിയില്ല. ഇന്ന് ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമോ സംവിധാനം ഒന്നും കണ്ടെത്താത്ത ഒരു കാലത്തുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരു ദിവസം കുറവുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കലണ്ടറിൽ 365 364 കലണ്ടർ എന്ന സംഭവം മാറൂല. ഇനി എല്ലാ വർഷവും ഒന്നാവുമായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് അപ്പോൾ ഈ 2029 അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്ത് ഇനി കലണ്ടർ മാറ്റി വരണം. അത് ഏത് രൂപത്തിലാക്കണം എന്നാണ് പറയുന്നത്? കലണ്ടറിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? കലണ്ടർ സിസ്റ്റം ഒരു അപ്ഡേഷൻ ആണ്. ആ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കലണ്ടർ സിസ്റ്റം വെറും ഓർമ്മകൾ മാത്രമാവും. അപ്പൊ കലണ്ടർ വേണ്ട, ഒരാൾക്കും നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കലണ്ടർ ഉണ്ടാവും, കലണ്ടർ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. 2050 മാർച്ച് ഏതാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോ ഒക്ടോബർ 1 ഏതാന്ന് പറയാൻ പറ്റും. ഡേറ്റും ദിവസവും സാങ്കല്പിക സംഭവമാണ്. ഇതൊരു 500-2000 വർഷം മുന്നേ ജീവിച്ചൊരു സങ്കല്പിച്ച. ഇവരെന്തിനാണ് 31 ആക്കിയത്, എന്തിനാണ് 28 ആക്കിയത്, 29 ആക്കിയത്? ഒരു പ്രത്യേകിച്ച് ഒരു കാരണമില്ല. അന്ന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം സംവിധാനം ഒന്നില്ല. ഓൽക്ക് പിന്നെ അവർക്ക് ഈവൻ നമ്പർ അൺലക്കി നമ്പറായി തോന്നി. അതുകൊണ്ട് ആ 31 ഇട്ടേ. കുറെ ഡിസംബർ ആദ്യം 30 ഉണ്ടായിരുന്നുള്ളൂ. 31 ആക്കാൻ കാരണം ഈവൻ നമ്പർ അൺലക്കി നമ്പർ. എന്നാ പോട്ടെ. ജൂലൈ എന്തിനാ 31 ആക്കിയത്? ജൂലിയസ് സീസർ പറഞ്ഞു ഇന്ന് എൻ്റെ 31 ഇട്ടോട്ടെ, ആയിക്കോട്ടെ 31. അഗസ്തി വന്നപ്പോൾ അഗസ്തി പറഞ്ഞു ഇന്ന് എൻ്റെ കുറക്കണ്ട പറഞ്ഞു 31, ആയിക്കോട്ടെ. അല്ലാതെ ഇതിനൊന്നും ഒരു ലോജിക്കും ബേസും ഇല്ല. പക്ഷേ ഇന്ന് ഏതൊരാളും ജനിച്ച് വീണ ഈ സിസ്റ്റത്തിലായതുകൊണ്ട് ഇതാണ് ശരിയെന്ന് സങ്കല്പിച്ച് നമുക്ക് നമ്മളെ തലമുറ ഉണ്ടാകുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ജനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31. പ്രത്യേക ലോജിക്കും ബേസും ഇല്ല. ഇതിനൊരു സംവാദത്തിന് ആരുണ്ടോ നോക്കി നിങ്ങൾ? ഒരു സ്നേഹ സംവാദം എത്ര നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ആശയം തന്നെ മുന്നോട്ട് വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
ആരെങ്കിലും ഏതെങ്കിലും നമ്മളെ 3 ലോ ഉണ്ട്. നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ 3 ലോ നമുക്ക് കിട്ടി. ലോകത്ത് പുതിയൊരു സിസ്റ്റം നിലവിൽ വരുന്നത് വരെ നിലവിലുള്ള സിസ്റ്റമാണ് ശരിയെന്നുള്ള ധാരണ ലോകത്തെ എല്ലാ ജനങ്ങൾക്കുണ്ട്. പിന്നെ രണ്ടാമത്തെ, ഏതെങ്കിലും ഒരു സിസ്റ്റത്തെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുകയോ പഠനം നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് ചിന്തിച്ചില്ല, പഠിച്ചിട്ടില്ല, അതിൽ മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് പവർ സ്റ്റാരിങ് പണ്ടില്ലല്ലോ. വാഹനത്തെ ഓടിക്കാനുള്ള സൗകര്യത്തിൽ നോക്കിയിട്ട് പവർ സ്റ്റാരിങ് പഠിച്ച്. ABS പണ്ടുണ്ടായിരുന്നോ? ഇല്ല. അതൊക്കെ മനുഷ്യൻ അപ്ഡേഷൻ കൂടുമ്പോൾ സൗകര്യങ്ങൾ കൂടുന്നുണ്ട്. പണ്ട് വാഹനം ഓടിയ സ്പീഡിലല്ല ഇപ്പോൾ ഓടുന്നത്. വാഹനം ഓടാൻ തുടങ്ങിയിട്ട് 200 കൊല്ലമായിട്ടുള്ളൂ ലോകത്ത്. 200 കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു വാഹനം ഓടിയില്ല, കാളവണ്ടി ഇല്ലാതെ. ഈ വാഹനം പോലും ഒരിക്കലും നടക്കാത്ത സംഭവമായിരുന്നു അന്ന്. ഇതൊന്നും ഒരിക്കലും നടക്കൂല. അങ്ങനത്തെ കാലഘട്ടം വളരെ റിസ്ക്കും എഫേർട്ടിന്റെ അനന്തരഫലം അതൊക്കെ നമ്മൾ ഉപയോഗിക്കണ. നിങ്ങൾ പറയുന്നത് ഇനിയിപ്പോ ഈ ഒരു കലണ്ടർ നിലവിൽ വരും, വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. ഈ നോക്കിയ 11 സെറ്റും സ്മാർട്ട് ഫോണും പോലെ ഉണ്ടാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും പോലെ. കളർ TV കണ്ടെത്തിയാരെയാണ് മുമ്പത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് മനുഷ്യൻ പറഞ്ഞു തുടങ്ങി. അത്രയും അപ്ഡേഷനുകളായി. അപ്പൊ നമ്മള് ഇതിനു മുന്നേ വീഡിയോ ചെയ്തിരുന്നു. ഷാജാൻ സാറാണത്. ഒരുപാട് വ്യൂസുകൾ കയറിയിട്ടുള്ള അല്ലേ? അന്നത്തെ പ്രത്യേകത എന്തായിരുന്നു? അപ്പോൾ അന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് ഡേറ്റ് പറഞ്ഞാലും ആ ദിവസം പറയും. ദിവസം ഡേറ്റും പറഞ്ഞാല് വർഷം പറയുന്നത് അല്ലേ? ആ ഒരു ഡേറ്റ് ഒന്ന് പരീക്ഷിച്ചാലപ്പോ അല്ലേ? അപ്പൊ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ ഒരു കലണ്ടർ വേണം. ഒരു കലണ്ടർ അല്ല, എനിക്ക് കാണണ്ടേ, ഇതിൽ കാണിച്ചു കൊടുക്കണ്ട ഒരു കലണ്ടർ. ഫോണിലൊരു കലണ്ടർ അടിക്കും. കലണ്ടർ ഇല്ലാണ്ട് ഫോണോ? ഞാൻ പറഞ്ഞാൽ ക്ലിയർ ആവും. നിങ്ങൾക്ക് വിശ്വാസമില്ല. ഫോണിൽ തരെ കലണ്ടർ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കില്ല. അപ്പോൾ 2023 നവംബർ 24 ഏതാ ദിവസം? നവംബർ 24 ഫ്രൈഡേ. 24 ഫ്രൈഡേ അല്ല. നവംബർ 2023 നവംബർ 24. എന്നോട് മാറിപ്പോയിട്ടോ. 2022 ആയിരുന്നു. അത് നേരെ അറിയാനോ. 2022 ഒക്ടോബർ 26 ഏതാ ദിവസം? 2022 ഒക്ടോബർ 26. യെസ്, കറക്റ്റ്. ഏതായാലും ഇപ്പൊ ഏത് ദിവസം പറഞ്ഞാലും കിട്ടും. അതിനോണ്ട് തന്നെ പറയാൻ നിൽക്കണ്ടല്ലേ. 2021 ജൂലൈ 23. ഒറ്റ ഒന്നുകൂടി. 2021 ജൂലൈ 23 ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ, കറക്റ്റ്. രാജിക്കത്ത്. അപ്പൊ ഏതായാലും നിങ്ങൾ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കട്ടെ, അല്ലെങ്കിൽ വിജയിക്കട്ടെ. സംവാദത്തിന് ആർക്കുണ്ടെങ്കിലും അങ്ങോട്ട് വരും. ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. 2029 ശേഷം വേറൊരു ലൈഫാവും ജനങ്ങൾക്ക്. ഇത് നിലവിൽ വന്ന ഇത് ഇന്ത്യയാണ് നിലവിൽ വരുത്തുന്നത് വെച്ചാൽ 2-3 കൊല്ലം കൊണ്ട് ലോകരാജ്യങ്ങൾ ഓരോന്ന് ദിക്കിങ്ങനെ വരും. പിന്നെ സമീപ ഭാവിയിൽ ഇന്ത്യൻ കലണ്ടറാവും ലോകം മൊത്തം ഉപയോഗിക്കണം. ഇപ്പൊ ഗിഗോറിയൻ കലണ്ടർ തന്നെ 500 വർഷം ജീവിച്ച ഒരാളുടെ വ്യക്തിന്റെ പേരിൽ ഇന്ത്യൻ കലണ്ടർ ആവും. അപ്പൊ ഏതായാലും കോൺടാക്ട് ചെയ്യണം. പറ്റുമോ? വിളിക്കാൻ പറ്റുമോ? നമ്പർ പറഞ്ഞു. നമ്പർ പറഞ്ഞു. 99 46 93 35 20. ഓക്കെ, എന്നാല് സെറ്റ്. അപ്ഡേഷൻ. എന്നാ പോവാ. ഓക്കെ.